ഒറ്റ മകൾ. ജാതി മതമൊന്നും പ്രശ്നമല്ല. കോഴി ഫാം നോക്കി നടത്താൻ പറ്റിയ ആളെ. ഇതെന്താപ്പത്? കോഴി ഫാം നോക്കി നടത്താൻ എന്റെ മോനെ ഞാൻ പഠിപ്പിച്ചത്. എന്നാ പിന്നെ ജോലിക്ക് ഒരാളങ്ങോട്ട് നിർത്തിയാ പോരെ. എന്തിനാ മോക്ക് കല്യാണാലോചന? ഇവിടെ ഇരിക്കാണോ? രാവിലെ എടുത്ത് നോക്കാനുള്ളത് തീർന്നില്ലേ? ഇതിപ്പോ നിനക്ക് പറ്റിയ വല്ല പെൺകുട്ടികളും ഉണ്ടോന്ന് നോക്ക. നേരം വെക്കുമ്പോ തൊട്ട് അതില് നോക്കിയിരുന്ന പെണ്ണ് കിട്ടണ എങ്ങനെയാണ്? എല്ലാവർക്കും സർക്കാർ ജോലി മതി. ആ ആ ആ അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മുടെ സത്യശീലൻ ചേട്ടനില്ലേ, അച്ഛന്റെ കൂട്ടുകാരൻ? ആ സത്യേട്ടൻ മാനേജറായ സ്കൂളിൽ ഒരു 3 അധ്യാപകരുടെ ഒഴിവുണ്ട്. അതിൽ ഒരെണ്ണം അംഗപരിമിതർക്ക് കൊടുക്കേണ്ടതാണ്. ബാക്കി 2 ആരെ വേണേലും നിയമിക്കാം. അതിനൊക്കെ ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരില്ലടാ. പൈസ കൊടുക്കേണ്ടി വരും, എന്നാലും എല്ലാവരോടും വാങ്ങണ ഒരു പൈസ നമ്മളോട് വാങ്ങൂലല്ലോ. ഒരു ഇളവൊക്കെ ചെയ്ത് അന്നൊരു പോസ്റ്റ് കിട്ടിയ രക്ഷപ്പെട്ടില്ല അമ്മ. എന്തായാലും നിന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് കൈവിടൂല. നിനക്കറിയാമോ ഈ സത്യേട്ടന്റെ സ്കൂളിലേക്ക് പിള്ളേരെ പിടിക്കാൻ വേണ്ടിട്ട് അച്ഛൻ പോയ കഥ? എന്റെ പൊന്നോ, അതൊന്നും നിർത്ത്. ഇത് 100 വട്ടമല്ല എന്നോട് പറയണ്. അച്ഛനുള്ള കാലത്തും പറയും തുണി അഴിച്ചു കൊടുത്ത കഥ. അച്ഛനും സത്യേട്ടനും കൂടി പിള്ളേരെ പിടിക്കാൻ പോയി. അപ്പൊ പട്ടി ഓടിച്ചിട്ട് മുണ്ട് കടിച്ച് കീറി. അപ്പൊ അച്ഛന്റെ ഡബിൾ മുണ്ട് കീറി പകുതി പുള്ളിക്ക് കൊടുക്കാൻ കൊടുത്ത ഈ കഥയല്ലേ? അതെ. പാവം അച്ഛൻ മരിക്കണേന്റെ തലേ ദിവസവും എന്നോട് ആ കഥ പറഞ്ഞു. വെറുതെ മുണ്ട് കീറി കൊടുത്ത കാര്യം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പുള്ളിനോട് പോയി നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. കിട്ടിയ ജീവിതം രക്ഷപ്പെട്ടില്ലേ? പോയി നോക്കാടാ. എന്നാ നാളെ രാവിലെ നമുക്ക് പോവാം. ഇതെവിടെ വെക്ക്, വെറുതെ പെണ്ണുങ്ങളുടെ അച്ഛന്മാരുടെ വായിലിരിക്കണ കേൾക്കാനായിട്ട്. ഞാനിപ്പോ വിളിച്ചപ്പോഴേ ഒരു വക്കീൽ പെണ്ണ്, അവള് തന്നെ പോണെടുത്ത്. എന്നിട്ട് അവള് പറയണ അവർക്ക് സർക്കാർ ജോലിക്കാരൻ മതി. വക്കീലിന് കേസില്ലാതിരിക്കുകയായിരിക്കും. അപ്പൊ എനിക്ക് സർക്കാർ ജോലി വേണമല്ലോ ജീവിക്കണമെങ്കിൽ. ഞാൻ വല്ല തൊഴിലുറപ്പിന് പോയാലാന്ന് ആലോചിക്കാണ്. അതും സർക്കാർ ജോലിയാണല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ. റവന്യൂ സ്റ്റാമ്പ് ഒപ്പിട്ടാണ് ശമ്പളം മേടിക്കണം. ഒരു പഴയ ഫുൾക്കൈന്റെ ഷർട്ട് തൊട്ട് അവിടെ പോയി നിന്നാ പോരെ. എന്തായാലും സത്യേട്ടനോട് പോയെന്ന് പറയാ. നാളെ പോവാം നമുക്ക്. പോവാം. മോനെ മോനെ സത്യ സാർ ഇപ്പോഴേ വരുമോ മോനെ? മോന്റെ ബോഡി ഉഷാറാട്ടാ. 6 പാക്കിൽ 1-2 കുറവുണ്ടെന്നല്ലോ. നല്ല അടിപൊളിയാ. നമ്മക്കുണ്ട് അതിനങ്ങനെ ആഗ്രഹം. വേടാ നേരെ കാലം കൈ നിക്കണ്ടേ, തലയും. എന്തോനം ഉണ്ടാത്ത? ഞാൻ നേരത്തെ വിളിച്ചിരുന്നേ. ഒന്നുമില്ല, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. അതായത് ഈ അംഗവൈകല്യമുള്ള അധ്യാപകരെ നിയമിക്കുന്നതിന് മുമ്പ് നമുക്കായിരുന്നല്ലോ അധികാരം, സ്കൂൾ മാനേജ്മെന്റിന്. ഇപ്പൊ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോ ജില്ലാതല സമിതിക്കാണ് വരാൻ പോകുന്നു. ഇല്ല, രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഇതിനകത്തില്ല. ഇതാ തിരുവല്ലയിൽ എങ്ങാണ്ടോ ഉണ്ടായിരുന്ന ഏതോ ഒരുത്തം വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ട് അവരെടുത്തിട്ടുള്ള തീരുമാനമാണ്. ഇനി ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടേ. തീരുമാനമൊന്നും ആയില്ല. അതങ്ങനെ നിൽക്കപ്പോ ഞാൻ അതൊന്ന് പറയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വിളിച്ചതാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ശരി. എന്താടാ ഇത്? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഷർട്ട് ഊരിട്ട് ഇവിടെ വന്നിരിക്കരുതെന്ന്. നീ എന്താ കൃഷിശങ്കനോ? അകത്ത് കയറിപ്പോടാ. മാലമുടി സമ്പ്രദായമൊക്കെ കണ്ടാ മതി. പറഞ്ഞാലും നമസ്കാരം സാർ. ആരാ സാറേ? ഞാൻ ഉണ്ണിയാണ്. ഇവിടെ ഇരിക്കേ. ഇങ്ങോട്ടേക്ക് വാ. അങ്ങോട്ട് വാ. പോയി അങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. എന്താ പോന്നത്? സാറിന്റെ സ്കൂളിലെ അംഗവൈകല്യ ആൾക്കൊരു ഒഴിവുണ്ട് എന്ന് കേട്ട്. ഒഴിവൊക്കെ ഉണ്ട്. അപ്പൊ ഞാന്
BA BEd ഫസ്റ്റ് ക്ലാസ്സാ സാറേ. ഓ കേറ്റിട്ടും ഉണ്ട്. ആ അപ്പം അതിന്റെ ആ ഒഴിവിലേക്ക് എന്നെ പരിഗണിക്കണമെന്ന് പറയാനാണ് സാറേ വന്നത്. ആ ഇനിയിപ്പോ തന്നെ നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്തെന്ന് വെക്കുക. ആ അതെ. ഇവിടെ പോസ്റ്റ് ചെയ്താൽ ആ തനിക്ക് എന്ത് സംഭാവന തരാൻ പറ്റും? അല്ല സാർ, അത് സംഭാവന തരാൻ വേണ്ടി മാത്രം എൻ്റെ അടുത്ത് ഒന്നുമില്ല. അല്ല, എൻ്റെ അടുത്ത് അങ്ങനെ കഴിവില്ല. അതൊരു 4 സെന്റ് സ്ഥലവും വയൽക്കര ഒരു ചെറിയ വീടുവാന്നില്ലത്. വിറ്റാൽ തന്നെ 2 ലക്ഷം ഉറുപ്പിക കിട്ടും. അതിനിപ്പോ അതെന്റെ പേരിലും അല്ല സാർ, അമ്മയുടെ പേരിലാണ്. അങ്ങനെ ഒന്നുമില്ല സാറേ. മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടിട്ട് സാറേ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഓ, ഒരു കാര്യം ചെയ്യാം, ഓ പിന്നീട് ആലോചിക്കാം. പോസ്റ്റ് ഉണ്ടല്ലോ സാറേ എടാ. അതെ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം കേട്ടാ സാറേ. സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കാം. അതൊന്നും ഇപ്പൊ വേണ്ട, അതൊക്കെ അപ്പൊ മതിയേ. അത് ഇപ്പൊ വേണ്ട, അതൊക്കെ അപ്പൊ നോക്കാം. ശരി ശരി. ആ കുട്ടിയെ നോക്കണേ. സാർ. കുട്ടിയെ കുട്ടിയെടാ ആരാ ഇത്? വരൂ. ആ വ്യാരിയേ, വാ അങ്ങോട്ടിരിക്കി. ആ കുട്ടി എവിടേക്കാ? അതിങ്ങനെ കണ്ടു വിളിച്ച് വരുന്നില്ല. ഇരിക്കി. എവിടേക്കാ പോണ്? അതെ, മോന്റെ കുട്ടിയാണ്. അപ്പൊ അത് കിടന്നിട്ട് ഇങ്ങനെ കളിക്കുക. അപ്പൊ ഇതേട് പോകും, ഇതിൽ അപ്പുറത്തോടെ വരും, പിന്നെ ഇതിൽ പോകും. അത് ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്തെങ്കിലും ഒന്ന് മേടിക്കേണ്ടതായിരുന്നു. അത് വേണ്ട, കുഴപ്പമില്ല. എവിടെ കൊറേ കാലായാലും കണ്ടിട്ട്. എന്താ കല്യാണം എന്തെങ്കിലും ഉണ്ടോ? വേണ്ട, ഒന്നും വേണ്ട. ഒക്കെ അപ്പൂപ്പിന് കിട്ടി. ഞങ്ങട് പൊക്കോ. അപ്പോ എന്താപ്പോ? BEd ഒക്കെ കഴിഞ്ഞ് നിക്കാണ്. ഒരു നമ്മുടെ അവിടെ പാരലൽ കോളേജിൽ പോണ്ട്. പഠിപ്പിക്കാം. അപ്പൊ സത്യേട്ടന്റെ സ്കൂളിൽ ഇപ്പൊ ഒരു വേക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് വരായിരുന്നു നിങ്ങള്. അപ്പൊ 2 ആഴ്ച മുമ്പ് വരികയായിരുന്നെങ്കിൽ നമുക്കത് നടക്കുമായിരുന്നു. ഇതിപ്പോ ഇനി 2 എണ്ണം ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ ഉള്ളത് 1 എണ്ണം ഈ അംഗപരിമിതരായിട്ടുള്ള അധ്യാപകർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. എന്തപ്പോ കാട്ടുക? നിന്റെ അച്ഛൻ സദാശിവൻ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്കൂളൊക്കെ തുടങ്ങണ സമയത്തേ അവൻ ഞങ്ങള് 2 പേരും കൂടെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി ഒരു പോക്ക് പോകൂട്ടായി. അതിലാ ഒരു നായ ഒരു പട്ടി കടിക്കാൻ വന്നിട്ട് മുണ്ട് കീറി അച്ഛനെപ്പോഴും പറയാറുണ്ട്. അതല്ലേ? അങ്ങനെ കുറെ സഹായങ്ങൾ പുള്ളിക്കാരൻ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സദാശിവന്റെ മോന് ഞാനിപ്പോ എന്ത് ചെയ്യുന്നതാണ്? അപ്പൊ മാർഗമൊന്നും ഇല്ലല്ലോ ഇപ്പൊ നമുക്കിപ്പോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. ഒരു കാര്യം, നമുക്ക് അടുത്തെന്തെങ്കിലും വരട്ടെ, അപ്പൊ ആലോചിക്കാം. അടുത്തൊരു പോസ്റ്റ് വരുമ്പോഴേ. സത്യേട്ടൻ മറക്കാതെ പറയണേ. അപ്പൊ അങ്ങനെ ആവട്ടെ. ശരി. ചായ വേണ്ട, എടുക്കണ്ട. അപ്പൊ ഒരു മിനിറ്റ്. കണ്ണട കാണിച്ച്. ഇരിക്കി. ശരീരത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? എനിക്കാ? അസുഖങ്ങളോ അങ്ങനെ എന്താ? ഇല്ലില്ല, അങ്ങനെ അസുഖമൊന്നുമില്ല. ഇടയ്ക്കൊരു പനി വരും. പിന്നെ കണ്ണട വെക്കുമോ? കണ്ണട വെച്ചത് ഇപ്പൊ എന്തിനാ? കണ്ണട ഒരു ചെറിയൊരു തലവേദന വന്നപ്പോ എഴുതി തന്നാണ് ഡോക്ടർ. വേറെ കുഴപ്പമൊന്നുമില്ല. കുറെ വായിക്കുമ്പോ ചെറിയൊരു തലവേദന. കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല? കാഴ്ച കുഴപ്പമൊന്നുമില്ല. എന്നാ കാഴ്ചക്ക് കുഴപ്പമുണ്ട്. സത്യേട്ട അവന് ഒരു കുഴപ്പമില്ല. ഉണ്ടെന്ന്, കാഴ്ചക്കുറവുണ്ട്. ഇന്ന് മുതൽ കണ്ണ് കാണില്ല. അങ്ങനെ വെക്ക. അത് മതി. ഒരു കാര്യം ചെയ്യാം. ഞാന് ശീതളം എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ നമ്പര് തരാം. അതിലൊന്ന് വിളിക്കുക. എന്നിട്ട് അയാളെ പോയിട്ട് കാണുക. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇയാൾക്ക് കുറച്ചു കാലമായിട്ട് കാഴ്ചയേ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാൽ മതി. ഈ അംഗപരിമിതരുടെ പോസ്റ്റില് നമുക്ക് പ്യാരീനെ അപ്പോയിന്റ് ചെയ്യാം. അതാ നല്ലത്. എന്റെ സദാശിവന്റെ മകന് ഞാൻ ഇതെങ്കിലും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതാണ്.
വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ സത്യേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു. വലിയ ഉപകാരം സത്യേട്ടൻ. ഓ, അപ്പൊ സമാധാനമായിട്ട് പോവാന്നർത്ഥം. ആ എന്നാ ശരി. അല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക്. അതായത് ഇപ്പോ ഇതുപോലെയുള്ള പോസ്റ്റുകൾക്കൊക്കെ ഇപ്പോ ആളുകൾ നല്ല പൈസ വാങ്ങിയിട്ടൊക്കെയാണ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങാറില്ല. അല്ല, എന്തെങ്കിലും നമുക്ക് ചെയ്യണ കുഴപ്പമില്ല. അപ്പൊ ഈ അംഗപരിമിതനായിട്ടുള്ള ഒരു കക്ഷി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അധ്യാപകനെ പോസ്റ്റ് ചെയ്യുമ്പോ അയാള് തരാന്ന് പറയുന്ന 40 ലക്ഷം രൂപ ഇയാള് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുക. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല പുള്ളിക്കാരനെ, അതുകൊണ്ടാണ്. പിന്നെ പ്യാരിയാണ്, സദാശിവന്റെ മോനാണ്, നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൊക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് അത്രയും പൈസ വാങ്ങിക്കുന്നില്ല എന്തായാലും ഞാൻ. ഒരു 2 രൂപ കുറച്ചിട്ട് തന്നാ മതി. 2 രൂപ ഒപ്പിച്ച് തരാം. 2 രൂപയല്ല, 40-ൽ നിന്ന് 2 രൂപ കുറച്ചാ മതി, ബാക്കി 38. അല്ല, മറ്റേ മുണ്ട് കീറിയത്, അച്ഛന്റെ മുണ്ട് കീറിയ മുണ്ട് പണ്ടല്ലേ, അതൊക്കെ അന്ന് തന്നെ വാങ്ങിച്ചു പുതിയത്. അതൊക്കെ നടക്കുവാ. അതൊക്കെ ഒന്ന് കൂടി ഇരുന്ന് അന്ന് അവരോട് ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പൈസ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കറിയാലോ ഇപ്പൊ അത്. അപ്പൊ അങ്ങനെ ചെയ്യാ. ശരി എന്നാ. വലിയ ഉപകാരം. ഓ ആയിക്കോട്ടെ. അപ്പൊ ശീതളിനെ ഞാൻ വിളിക്കാം. എന്നിട്ട് എനിക്ക് എന്റെ നമ്പർ ഇല്ലേ? ഉണ്ട്, ഞാൻ സത്യേനെ വിളിച്ചോളാം. ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു. ശരി. ആ ഓ ശരിയെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യനായി നടന്നിട്ട് എന്താ കാര്യം? അതാ പിന്നെയും വന്നു. ഏട്ടനെവിടെ വിളിക്ക്. അപ്പൊ പോയി അങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോയി. ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പിന്നൊന്ന് ഇങ്ങനെ അങ്ങനെ കണ്ടാ മനസ്സിലാവണം മുടന്തുണ്ട് കണ്ടാ മനസ്സിലാവണം. ഉണ്ടോ? കണ്ടാ മനസ്സിലാവും. അങ്ങനെ പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങനെ അത്ര അത് വേണ്ട. ഇതിലേതാ ഇഷ്ടായത്? ഏതാ തനിക്ക് ഇഷ്ടായി? രണ്ടാമത്തെ നല്ല രസമുണ്ട്. അപ്പൊ രണ്ടാമത്തെ അല്ലേ? ഞാൻ ആ മെഡിക്കൽ ബോർഡിൽ കൊടുക്കേണ്ട കാശ്, എന്റെ കാശൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. കണ്ടിനി. ഇച്ചിരി കൂടുതലല്ലേ? കുറച്ച് കൂടുതലാണ്. കൂടുതലാണ്. അത് മാത്രം പോരാ. അവിടെ ഈ സീല് വെക്കുന്ന പിയൂണിന് കുറച്ച് കാശ് കൊടുക്കണം. പിന്നെ അവിടെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ക്ലർക്കിനും കുറച്ച് കാശ് കൊടുക്കണം. അപ്പൊ ഇതിന്റെ കൂടി ഒപ്പം അതും കൂടി അടക്കണം. ഗൂഗിൾ പേ ചെയ്താൽ മതി. ചെയ്യാം കേട്ടോ? ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങും. ഇതിങ്ങനെ നടക്കുന്നതേ നമുക്ക് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് പണി എടുക്കണം. ബാക്കി പണി ഞാൻ എടുക്കാം. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പോട്ടെ. ഞാൻ ഹലോ. അതൊന്നും വേണ്ട. അല്ല, ഇവിടെ ഒന്നും കാണിക്കരുത്. മെഡിക്കൽ ബോർഡിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മതി. പുറത്തൊക്കെ ഇങ്ങനെ കാണിച്ചു കിടന്ന ആൾക്കാർക്ക് സംശയവും. ഞാൻ ഇത് കാണിച്ചത് മറന്നോണ്ടാച്ചിട്ടേ. അത് കുഴപ്പമില്ല. ട്രയല് അങ്ങനൊക്കെ ചെയ്തോ. അത് നാട്ടുകാരുടെ മുമ്പിലൊന്നും വേണ്ട കേട്ടോ. ഇല്ല, അവിടം വരെങ്കിലും ഒന്ന് ഒരു ട്രയൽ നോക്കുവേ. അതാ ഞാൻ പറഞ്ഞത്, ആൾക്കാർ കാണാണ്ട് ചെയ്തോ, കുഴപ്പമില്ല. അതെ, ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ ഒന്ന് വന്ന് കാണണട്ടോ. അത് കാണാം. പോട്ടെ. സത്യശീലൻ വിളിച്ച കണ്ണ് കാണാനില്ല. കണ്ണ് ഇരിക്കി. കണ്ണ് കാണലെന്ന് പറയാനാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? PPHS സ്കൂൾ മാനേജറിലെ സത്യം സാർ. ഞാൻ വിളിച്ചിരുന്നു ശീതളൻ സാർ. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വന്നാ മതി എന്നാ പറഞ്ഞത്.
വേറെ ഏജ് ഓവറായേ. ആ ഇനി വേറെ ജോലിക്ക് വേറെ മാർഗമില്ല. അപ്പൊ സഹായിക്കണം. ഇതിലൊക്കെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അച്ഛനില്ല. അതെയാ. ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഇപ്പൊ ജോലി, സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒന്ന് ശരിയാക്കി തരണം എനിക്ക്. ഇതൊന്ന് വായിക്കി. അമ്മയിൽ മത്സരമേളം പത്രിക നൽകിയത് 74 പേർ. ഇതിപ്പോ ആർക്കാ വായിക്കാൻ പറ്റാത്ത ഇത്ര വലുത്? ചെറിയ അക്ഷരം നോക്കിട്ട് വായിക്കി. ഇപ്പുറത്തെ വായിക്കി. ഈ ചെറുതാ. ആ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ MM പബ്ലിക്കേഷൻസ്, അരൂർ, കൊച്ചി. ആ ഓ അതാ വായിച്ചേ. ഇത് എനിക്കും കൂടി നോക്കിട്ട് വായിക്കാൻ പറ്റണില്ലല്ലോ. കന്നഡ ഒന്ന് എടുത്തേ, കന്നഡ ഒന്ന് എടുത്തിട്ട് വായിക്കി. കാലവർഷം ശക്തി പ്രാപിക്കും, റെഡ് അലർട്ട് 4 ജില്ലകൾ. കണ്ണിനൊരു കുഴപ്പമില്ല. ഇല്ല, ഇത് ഞാനൊരു ചെറിയ തലവേദന വന്നപ്പോ ഡോക്ടറെ എഴുത്തൊന്ന് വെച്ചാ പിന്നെ അതങ്ങനെ ശീലമായി. ഒന്ന് കണ്ണ് കാണാത്തവരുടെ പോലെ ഒന്ന് നടന്നു കാണിക്കാൻ പറ്റുമോ? ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാണ്ട് കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇതേ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചാടി കയറാൻ പറ്റില്ല. നമുക്ക് ഇതിന് വേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില അറിവുകൾ നമുക്ക് ഉണ്ടാവണം. ഇത് ഞാൻ ചെയ്യാം കേട്ടോ. അത്രക്ക് വേണ്ട. ജോലി ചെയ്യാൻ പറ്റും വേണം. എന്നാ കണ്ണ് കാണാനുമില്ല അങ്ങനെ. ഒരു മൂടല് മതി. അവിടെ ഇരുന്നോ. ഓവറാക്കണ്ട, ഓവറാക്കണ്ട, ഓവറാക്കണ്ട. അല്ല ഞാനൊന്ന് അപ്പോ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിസ്ഥാനപരമെന്ന് പറഞ്ഞാ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ ഞാനത് അല്ല, അത് എപ്പോഴാ കിട്ടണ വെച്ചെങ്കിൽ അപ്പ അയക്കണത് എപ്പോഴാണോ അപ്പൊ തന്നെ എന്റെ പരിപാടികൾ തുടങ്ങും. ഇന്ന് തന്നെ അപ്പൊ അങ്ങനെ ഇന്ന് തന്നെ ഞാൻ തുടങ്ങും കേട്ടോ. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ശരി സാർ. എന്നിട്ട് എന്താ എങ്ങനെ സാറേ? എന്നിട്ട് തകൃതിയായ കച്ചവടം നടക്കുന്നുണ്ട്. ഒരു ദിവസം സുമാർ എത്ര രൂപയുടെ കച്ചവടം നടക്കും? ഞാനല്ല കച്ചവടം നടത്തുന്നത്. അവിടെ എത്ര രൂപ കച്ചവടം നടക്കുന്നു ഞാൻ അങ്ങനെ പറയല്. അപ്പൊ കച്ചവടം നടക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ വന്നേ? ഞാനാ ഞാൻ 2-3 ബസ് കയറിയിട്ടാ വന്നത്. അയ്യോ, 2-3 ബസ് കയറിയില്ല. ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ എവിടെ വരണ്ട്? എവിടെ പറയേണ്ടത്? ആ സ്കൂളിന്റെ ചുറ്റും കഞ്ചാവ് കച്ചവടാന്ന്. അല്ല, അതാ പറഞ്ഞത്. അത് ഇവിടെ ഒന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ എവിടെ പോയിട്ട് പറയണ്ടേ? ഡിഒന്റെ അടുത്തല്ലാണ്ട് എവിടെ ഞാൻ ഇത് പറയേണ്ട പോയിട്ട്? ഞാൻ ഡിഒ ഒക്കെയാണ് സംഭവം ശരിയാ. പക്ഷെ ഇതൊക്കെ ഇതിന്റെ എല്ലാം നടപടി എടുക്കേണ്ടത് ആരാ? സാറിന് അറിയില്ലേ? പോലീസ്, എക്സൈസ്, അല്ലെങ്കിൽ വല്ല ലഹരി വിരുദ്ധ സംഘടനകളോ അവരൊക്കെ അല്ലേ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ DO ഓഫീസിൽ ഇവിടെ ഇരുന്നോണ്ട് എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇതിൽ ഡിഒന്? അങ്ങനെയല്ല, എനിക്ക് അവിടെ പോയി കഞ്ചാവ് വിൽക്കണവരെ പിടിക്കാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ അറസ്റ്റ് ചെയ്യണമല്ലോ. അറസ്റ്റ് ചെയ്ത് മാറ്റിയാലല്ലേ അതിന് കാര്യമുള്ളൂ. അത് നിങ്ങൾ വിളിച്ചു പറയണം. അല്ല, വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ടില്ലല്ലോ. അല്ല, നിങ്ങൾ ഹെഡ് മാഷോടോ PTAനോട് വിളിച്ചു പറയണ്ടേ? അത് പറയാം. പിന്നെ അത് പറയല്ലേ? അത് പറയും ഞാൻ. അത് പറയണ്ടേ? അത് പറയുമല്ലോ. പറയണമല്ലോ. അത് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ആരാ? ഞാൻ പറയും. അത് ഞാൻ പറയാം. അത് ഞാൻ പറഞ്ഞോളാം. പറയാ. ഇനിയിപ്പൊ തിരിച്ചു പോകുമ്പോഴും 2-3 ബസ് കയറണം അല്ലേ? 2-3 ബസ് കയറണം. പിന്നെ തിരിച്ചു പോകുമ്പോ പിന്നെ ബസ്സിലല്ലേ പോണ്ട്. ആ 2-3 ബസ് കയറോളല്ലേ പോയില്ലേ? വിളിച്ചുവാ. എന്താ വിളിക്കാതെ? വിളിക്കും. എവിടെ? അയ്യോ, അയാളുടെ മട്ടും പാവം കണ്ട സ്കൂൾ പരിസരത്ത് ഞാൻ പോയി കഞ്ചാവ് വിൽക്കണ പോലെയാണ്. പിന്നെ എന്റെ പണിയല്ലേ കഞ്ചാവ് പിടിക്കുന്നത്. എന്നെ പോലെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് എക്സൈസിലും പോലീസിലുള്ള. അവർ കണ്ടുപിടിക്കും.